ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ യുവാക്കൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെന്നും ജീവിതം വിജയിപ്പിക്കാൻ കഴിയുന്നില്ലെന്നും മുഖ്യമന്ത്രി വേദിയിലിരുത്തി വിമർശിച്ച ചങ്ങനാശ്ശേരി ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം. ഇവിടെ ജീവിച്ചു വിജയിക്കാൻ കഴിയുമെന്ന് യുവാക്കളെ ബോധ്യപ്പെടുത്തണമെന്നും ബിഷപ്പ് പറഞ്ഞു. സംസ്ഥാനം കോവിഡിനെ നേരിട്ട മാതൃക കാരണം കേരളത്തിലേക്ക് ആളുകൾ വരാൻ താൽപര്യം പ്രകടിപ്പിച്ചത് ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ജോസഫ് പെരുന്തോട്ടത്തെ പ്രതിപക്ഷ നേതാവും പിന്തുണച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന് തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണ പരിപാടിയാണ് ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് വേദിയായത്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോകണമെന്നാണ് യുവജനങ്ങളുടെ തോന്നലെന്ന് ചൂണ്ടിക്കാട്ടി ജോസഫ് പെരുന്തോട്ടം വിമർശനങ്ങൾക്ക് തുടക്കമിട്ടു. ദൈവത്തിന്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളകെട്ടി നിൽക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും പുരോഗതി കൈവരിക്കാനുണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് വരാൻ ആളുകൾ വ്യഗ്രതപ്പെട്ട കാലമുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കോവിഡിന് നമ്മൾ ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി. എല്ലാ ഘട്ടത്തിലും ആവശ്യമായത്ര ബെഡുകൾ നമുക്ക് ഒഴിവുണ്ടായിരുന്നു, ആവശ്യമായത്ര ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ആവശ്യമായത്ര ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട് അങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു നാടായിപ്പോയി എന്ന് ഒരു തരത്തിലും വിഷമിക്കേണ്ടതായിട്ടില്ല. ഒപ്പം പ്രതിസന്ധിയിൽ സഭയെ സർക്കാർ സഹായിച്ചതിന്റെ കണക്ക് പറച്ചിലും. വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായ ഘട്ടത്തിൽ എത്ര നിഷ്പക്ഷമായും കാര്യക്ഷമമായുമാണ് സർക്കാർ ഇടപെട്ടത് എന്ന്, അല്ലെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ്. തൊട്ടുപിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ തിരിച്ചടി. കോവിഡ് വന്നപ്പോൾ നമ്മൾ ഗംഭീരമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീടാണ് പുറത്തിറങ്ങിയത് 30,000 പേര് കൂടി മരിച്ചിട്ടുണ്ടായിരുന്നു. 1ാം സ്ഥാനം കിട്ടി. ഇതിന് ചികിത്സയിലല്ല കിട്ടിയത്, ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായ സംസ്ഥാനം. സ്വീകരണ പരിപാടിയുടെ തുടക്കത്തിൽ അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് ആശംസ നേർന്ന ബിഷപ്പ് മാർ ജോസഫ് തറയിലിന് ചരിത്രമോർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഗൃഹാശ്രയനും 2 മക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവൻ വെടിയേണ്ടി വന്ന ആ ദിവസവും നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. നിയമസഭാ സമ്മേളനം വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് വേദി പങ്കിട്ടപ്പോൾ നടന്ന വാക്പോര് നിയമസഭാ സമ്മേളനത്തിന്റെ റിഹേഴ്സലായി മാറി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.